ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. അതായത് സൺബക്കിന്റെ ഒരു 8000 HD എന്ന് പറയുന്ന ഒരു പുതിയൊരു ആംപ്ലിഫയർ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്കും അതുപോലെ തന്നെ അതിന്റെ അൺബോക്സിംഗിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേന് ഇതിൻ്റെ അകത്തൊരു മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് സപ്പോർട്ടിങ്, എങ്ങനെയാണ് വർക്കിംഗ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ടാണ് ഇത് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നവർക്ക് ഇത് മൊത്തം ഒന്ന് വായിച്ച് നോക്കിയിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ കൂടെ അവർ കൊടുത്തിരിക്കുന്ന ഒരു റിമോട്ടാണ്. നോർമലി നമ്മൾ ആംപ്ലിഫയറിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ട് ഇതിൻ്റെ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു HDMI കേബിളും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു HDMI ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 7.1 ഹൈഫൈ കരോക്കോ ആംപ്ലിഫയർ മിക്സറാണ്. കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. അത്യാവശ്യം ഒരു 6 ഇഞ്ച് ഹൈറ്റിൽ തന്നെ ഉള്ള ഒരു ക്യാബിനറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്യാബിനറ്റിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാബിനറ്റിൽ തന്നെയാണ് ഇത് ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇത് നമ്മൾ സൺബക്കിന്റെ ഒരു പഴയ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു 7.1 കരോക്കോ ഡിജിറ്റൽ സറൗണ്ട് പവർ ആംപ്ലിഫയർ ആണ്. അതായത് ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു AV8000 HD എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു ആംപ്ലിഫയർ. കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഈ ചെറിയൊരു ആംപ്ലിഫയറിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇവിടെ 2 ഹെവി ആയിട്ടുള്ള ഒരു നോബ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മൈക്കിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് മ്യൂസിക്കിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 2 നോബുകൾ കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് ഇതിന്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നുണ്ട്. അതിന്റെ അടിയിലായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഞാനിത് ഓൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിന്റെ പവർ ഓൺ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു 7.1 ഡിജിറ്റൽ സറൗണ്ടിങ് എന്ന രീതിക്കാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോം പർപ്പസ് എന്ന രീതിക്കും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പ്രോഗ്രാമിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി നമുക്കൊരു ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ അതേപോലെ വലിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ കുറേ കൺട്രോളുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ 2 മൈക്ക് ഇൻപുട്ടും അതുപോലെ തന്നെ ഒരു വയർലെസ് മൈക്കിന്റെ ഒരു പോർട്ട് ഈ ഫ്രണ്ടിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു വോളിയം കൺട്രോളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ മൈക്കിന് വേണ്ടി ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാം, എക്കോ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ മൈക്കിന്റെ ബേസ്, അതുപോലെ തന്നെ മിഡ്, ട്രിബിള്, അങ്ങനെ ഒരു 3 വേ നമുക്ക് മൈക്കിന്റെ വോളിയത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയായിട്ട് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഇതൊരു 7.1 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൾട്ടിപ്പിൾ കൺട്രോളുകൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഇത് സെൻട്രൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ഇത് സബിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് മൈക്കിന്റെ വയർലെസ് മൈക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ട്രിബിള്, മിഡ്, ബാസ്, ബാലൻസ്, ഇത്രയും ഫംഗ്ഷനുകൾ നമ്മൾ നമ്മുടെ ഇതിൽ കൺട്രോളിൽ നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. ഇത് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ, സറൗണ്ട് റൈറ്റ് ലെഫ്റ്റിന്റെ വോളിയം കൺട്രോള്, അതുപോലെ തന്നെ ബാക്ക് സറൗണ്ട് ലെഫ്റ്റ് റൈറ്റിന്റെ വോളിയം കൺട്രോള്. അതായത് ഇതൊരു 7.1 ആയതുകൊണ്ട് തന്നെ ബാക്ക് സറൗണ്ടിന് വേണ്ടി ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു 7.1 ആയിട്ടും അതുപോലെ തന്നെ ഒരു 5.1 അല്ലെങ്കിൽ 2.1 ആയിട്ടോ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് DVD ഇൻപുട്ട്, CD ഇൻപുട്ട്, ഓക്സ് ഇൻപുട്ട് വരുന്നുണ്ട്. അതിന്റെ താഴെ തന്നെ നമുക്ക് HDMI 1, 2, ARC അങ്ങനെ 3 നമുക്ക് ഇൻപുട്ട് സെലക്ട് ചെയ്യാം. ഇതിലേക്ക് നോക്കുവാണെങ്കിൽ USB ഉണ്ട്, SD ഉണ്ട്, BT ഉണ്ട്, FM ഉണ്ട്. അങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഒപ്റ്റിക്കൽ, കൊയാക്സിൽ,
അങ്ങനെ നമുക്കൊരു മൾട്ടിപ്പിൾ ഇൻപുട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെയും ഇതിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് USB-യുടെ നെക്സ്റ്റ് പോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 4 കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇവിടെയായിട്ട് മൈക്രോ SD നമുക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ USB കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ബാക്ക് സൈഡിലും കൂടെ നോക്കാം. ഇത് 2 ട്രാൻസ്ഫോമർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. കണ്ടില്ലേ, ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ആന്റിന കാണാം. ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു ആന്റിന കാണാം. പിന്നെ ഇത് FM-ന്റെ ആന്റിന കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് 6 ചാനൽ DVD ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തൊരു 5.1 DVD ഇൻപുട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഡീകോഡറും കൂടെ കണക്ട് ചെയ്യാം. അതായത് ഫ്യൂടെക്കിൻ്റെ ആയിട്ടുള്ള ഒരു ഡീകോഡർ കണക്ട് ചെയ്താൽ ഡോൾബി DTS കിട്ടുന്ന രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്, കോയാക്സിൽ ഉണ്ട്, 2 4K സപ്പോർട്ടഡ് ആയിട്ടുള്ള HDMI ഇൻപുട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു TV ഔട്ടും TV ARC ഇന്നും കൂടെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോക്കറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫാനിൻ്റെ പ്രൊവിഷൻ, അതുപോലെ തന്നെ ഫ്യൂസ്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കാണാം 2 സ്റ്റീരിയോ ഇൻപുട്ട്, അതായത് ഒന്ന് ഓക്സും അതുപോലെ തന്നെ ഒന്ന് CD കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ റെക്കോർഡിംഗ് ഓഡിയോ ഔട്ട് വേണ്ടിയാണ്. നമുക്ക് ഇപ്പം ഒരു പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിന് 2 ഓഡിയോ ഔട്ടും കൂടെ, അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു ആംപ്ലിഫയറിലേക്ക് കൊടുക്കണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 2 പ്രീ ഔട്ടും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് 7 ചാനലിൻ്റെ സ്പീക്കർ ഔട്ട് വരുന്നത്. ഇവിടെ തൊട്ട് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സെൻറ്റർ, സബ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, ബാക്ക് സറൗണ്ട് റൈറ്റ്, ബാക്ക് സറൗണ്ട് ലെഫ്റ്റ്, അങ്ങനെ ഒരു 7 ചാനൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ AC കോഡ് വരെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് പവർ കൊടുത്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇനി ഓൺ ചെയ്ത് നോക്കാം. കണ്ടല്ലേ, ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നോബിൽ ലൈറ്റും അതുപോലെ തന്നെ സെൻട്രലായിട്ടുള്ള ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ബ്ലൂടൂത്തിൻ്റെ ഒരു സിമ്പിൾ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഓരോന്ന് മാറ്റുന്നതനുസരിച്ച് ഇതിപ്പോൾ FM-ൻ്റെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിലുള്ളത് ഓരോ മോഡ് അനുസരിച്ച് ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 2 സൈഡിലും ഒരു ബ്ലൂ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഒരു വ്യൂ മീറ്ററിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ മീറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു ചെക്ക് ചെയ്തിട്ടാണെങ്കിലും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ അകത്ത് സബ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡെപ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. കാരണം സബിന് വേണ്ടി മാത്രമായിട്ടൊരു ട്രാൻസ്ഫോമറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പവർ നമുക്ക് നന്നായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ടാണെങ്കിലും എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇതിന്റെ സബിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 1300 വാട്ട്സിന്റെ സബ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു പഞ്ചാണ് നമുക്ക് സബ് ഓഫറിൽ നിന്ന് കിട്ടുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സബിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ആണ് ഇവര് കൊടുത്തിരിക്കുന്നത്. രണ്ടിനും ടൊറോയുടെ ട്രാൻസ്ഫോമർ ആണ്, അതായത് ചാനലിനും സബിനും കൂടെ 2 ട്രാൻസ്ഫോമർ വെച്ച് നല്ല രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെക്ക് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ആംപ്ലിഫയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മുടെ സൈറ്റായ www.tensaudio.com അതല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്. Final gates to open.
to a new tomorrow, moving with the motion, following the light that sets me free.